ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംസാരിക്കുന്നു. തത്സമയം ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും വിവാദങ്ങളിലല്ല ജനങ്ങൾക്ക് താല്പര്യമെന്ന് തെളിയിക്കുന്നതാണ് പാലക്കാട്ടത്തെ റിസൾട്ട്. അന്നേ ഞങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ വിവാദങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കും. ജനകാനസ് വളരെ ക്ലിയറാണ്. പാലക്കാട്ടത്തെ റിസൾട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ 3 ഇലക്ഷൻ റിസൾട്ടും വയനാട്, പാലക്കാട്, ചേലക്കര 3 ഇലക്ഷൻ റിസൾട്ടും വർഗീയതയുമായി വന്ന് ആ വർഗീയതയുടെ ക്യാപ്സൂൾ വിറ്റ് കേരളത്തെ എടുക്കാനുള്ള BJPയുടെ കൊട്ടേഷനെതിരായിട്ടുള്ള ശരിയായിട്ടുള്ള മെസ്സേജാണ്. അതാണ് ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിക്കുന്ന ഒന്ന്. ജനാധിപത്യവും മതേതരത്വവും ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും ആ രീതിയിൽ ചിന്തിക്കുന്നുള്ള തെളിവാണ്. ഒപ്പം CPMൻ്റെ അവസരവാദത്തിനും അവരുടെ സർക്കാരിൻ്റെ ഭരണത്തിനും എതിരായിട്ടുള്ള ജനവിധി കൂടിയാണ് ഇത്. ജാർഖണ്ഡിലെ സഖ്യത്തിന് അധികാരത്തിലേക്ക് കയറുകയാണെങ്കിലും കോൺഗ്രസ് മത്സരിച്ചതിൽ പകുതിയോളം സീറ്റുകളിൽ മാത്രമാണ് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തിനാ അങ്ങനെ പറയുന്നത്? വസ്തുവായിട്ട് പറയണ്ടേ? കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് 15 സീറ്റിലാണ്. 2 സീറ്റ് പിന്നെ അഡീഷണൽ വരികയായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളല്ല, JVMൻ്റെ ടിക്കറ്റിൽ ജയിച്ചവർ 2 പേര് കോൺഗ്രസ്സിൽ ചേരുകയായിരുന്നു. ഞങ്ങൾ ജയിച്ചത് 15. ഇപ്രാവശ്യം എത്ര സീറ്റിൽ കോൺഗ്രസ് ഉണ്ട്? ഇപ്പം മുന്നിൽ എത്രയുണ്ട്? 14 മനസ്സിലാക്കേണ്ടത് നിങ്ങൾ. ഞാൻ മഹാരാഷ്ട്രക്കാരെ ഞാൻ അക്സെപ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ ജാർഖണ്ഡ് നിങ്ങളും കൂടെ അങ്ങ് സമ്മതിക്കണം. എവിടെയെങ്കിലും കോൺഗ്രസിനെ അല്ല, കോൺഗ്രസ് ഏറ്റവും നല്ല വിജയമാണ് ജാർഖണ്ഡിൽ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് എല്ലാവരും പറഞ്ഞു കോൺഗ്രസിൽ ക്യാമ്പയിനേ ഇല്ല. ഞങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ച സ്റ്റേറ്റ് ആയിരുന്നു ജാർഖണ്ഡ്. രാഹുൽ ഗാന്ധി 3 ദിവസക്കാലം അവിടെ ചിലവഴിച്ചിരുന്നു. കൃത്യമായിട്ടും കോൺഗ്രസ് പ്രസിഡന്റ് 4 ദിവസം ചിലവഴിച്ചിരുന്നു. എല്ലാ നേതാക്കന്മാരും സ്റ്റാർ ക്യാമ്പയിനർമാരും അവിടെ ഉണ്ടായിരുന്നു. ക്യാമ്പ് വ്യക്തമായിട്ട് നടന്നിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എന്തായിരുന്നു? കോൺഗ്രസിന് 5 സീറ്റ് പോലും കിട്ടില്ല എന്നല്ലായിരുന്നു വിലയിരുത്തി. അതല്ല, സ്ട്രൈക്ക് റേറ്റ് അല്ലല്ലോ ചോദിക്കുന്നത്. അപ്പോൾ JMM അല്ലേ ഏറ്റവും കൂടുതൽ മത്സരിച്ചത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച അതേ സീറ്റിൽ നിന്ന് 1 കുറച്ചിട്ടാണ് മത്സരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മത്സരിച്ച സീറ്റിൽ നിന്ന് 1 കുറച്ചിട്ടാണ് ജാർഖണ്ഡിൽ മത്സരിച്ചത്. 2 സീറ്റ്. 31 സീറ്റിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. ഈ പ്രാവശ്യം 29 സീറ്റിൽ. ആ 29 സീറ്റിൽ ഞങ്ങളിപ്പോൾ എന്തായാലും 16 സീറ്റിൽ മുന്നിലുണ്ട്. ഫൈനൽ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. ജാർഖണ്ഡിലെ മത്സരത്തിൽ അതുകൊണ്ട് ഞങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് കുറവാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കഴിഞ്ഞ സ്ട്രൈക്ക് റേറ്റ് അപ്പോൾ JMMൻ്റെ അതുപോലെ തന്നെ അവർ 44 സീറ്റ് മത്സരത്തിൽ 30 സീറ്റിൽ അവർ ജയിക്കും. വർഗീയത മാത്രമാണോ? ഒരു മുഖ്യമന്ത്രി ജയിലിലായിരുന്നില്ലേ? മുഖ്യമന്ത്രി തന്നെ, അവിടുത്തെ മുഖ്യമന്ത്രിയെ തന്നെ ജയിലിൽ അടച്ച് അകത്താക്കിയിട്ട് അവിടെ എത്ര നാളായിട്ട് ആസാം മുഖ്യമന്ത്രി ആസാമിൻ്റെ മുഖ്യമന്ത്രിയല്ല, ജാർഖണ്ഡിൻ്റെ പ്രചരണ ചുമതലയുള്ള ആളാണ്. കഴിഞ്ഞ 4 മാസമായിട്ട് ആസാം മുഖ്യമന്ത്രി അവിടെയാണ്. നിങ്ങൾക്കറിയാലോ ഹേമന്ത ബിശ്വ ശർമ്മ എന്താണ് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ്. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംസാരിക്കുകയാണ്.